ഹലോ എവ്രി വൺ. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹെമറ്റോപോയസിസ് ആണ്. ഓക്കെ, സോ വിത്തൗട്ട് മച്ച് ഡിലേ നമുക്ക് പോർഷനിലേക്ക് കടക്കാം. സോ ഹെമറ്റോപോയസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ഹെമാറ്റ് എന്ന് പറഞ്ഞാൽ? ഹെമാറ്റ് എന്ന് പറയുമ്പോൾ സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ് അല്ലേ? പോയസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, സിന്തസിസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ഹെമറ്റോപോയസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹെമറ്റോപോയസിസ്? ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് process by which the the red blood cells, white blood cells, or platelets, that means all the blood cells are produced. Okay, so hematopoiesis is a complex process by which the blood cells are produced in the body. So blood cells എന്ന് പറയുമ്പോൾ എന്തൊക്കെ blood cells ആണ് produce ചെയ്യുന്നത്? Red blood cells produce ചെയ്യുന്നുണ്ട്. Okay, then white blood cells produce ചെയ്യുന്നുണ്ട് and platelets. So ഈ മൂന്ന് ബ്ലഡ് സെൽസ് ആണ് മെയിൻ ആയിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹെമറ്റോപോയസിസ് ഇസ് നത്തിങ് ബട്ട് ദ കോംപ്ലെക്സ് പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് സെൽസ് ആർ പ്രൊഡ്യൂസ്. ഓക്കെ, സോ അപ്പൊ അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ബ്ലഡ് സെൽസ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ബ്ലഡ് സെൽസിന്റെയും ഇൻഡിവിജ്വലി ഇതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ സ്റ്റേജസ്, സ്റ്റെപ്സ്, ഇതെല്ലാം നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. സോ നമുക്ക് അറിയാം റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ RBCs അല്ലെ, എറിത്രോസൈറ്റ്സ്, RBCs. സോ RBCസിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരുപാട് ഫംഗ്ഷൻ RBCസിനുണ്ട്, പക്ഷെ അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണ്. ക്യാരി ഓക്സിജൻ ഫ്രം ലങ്സ് ടു ദ ടിഷ്യൂ. അപ്പൊ RBCs പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. അപ്പോ ഒരു 120 ദിവസം കംപ്ലീറ്റ് ആക്കിയ ഒരു RBC എന്ത് സംഭവിക്കും? അത് റെറ്റിക്കുലാർ എൻഡോത്തീലിയൽ സെൽസിൽ വെച്ചിട്ട് സ്പ്ലീനിൽ വെച്ചിട്ട് എന്താണ് ഡിഗ്രഡേഷൻ സംഭവിക്കും. ഓക്കെ, നെക്സ്റ്റ് WBC. സോ WBC എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് നമുക്കറിയാം. ഏതൊക്കെയാണ് WBCs? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ബേസോഫിൽ. എന്താണ് ഈ WBCസിന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? മെയിൻ ആയിട്ടും ഫൈറ്റ് അഗൈൻസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ഡിസീസ്. അതായത് WBCs എപ്പോഴും നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ, ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ പാർട്ടാണ്. WBCs പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിൽ വെച്ചിട്ടും ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വേരിയസ്. കാരണം RBCനെ പോലെ നമുക്കൊരു സ്പെസിഫിക് ലൈഫ് സ്പാൻ, കോമൺ സ്പെസിഫിക് ലൈഫ് സ്പാൻ അല്ല. ഓരോ WBCക്കും ലൈഫ് സ്പാൻ വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ ന്യൂട്രോഫിലിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 5 to 6 days ആണ്. ലിംഫോസൈറ്റ്സിന്റെ അതേസമയം മന്ത്സ് ടു ഇയേഴ്സ് വരെ വരാം. നെക്സ്റ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. പ്ലേറ്റ്ലെറ്റ് ഇൻവോൾവ്സ് ഇൻ ദ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ, കൊയാഗുലേഷൻ ആണ് പ്ലേറ്റ്ലെറ്റ് ഇൻവോൾവ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റും ബോൺ മാരോയിൽ വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 8 to 12 days ആണ്. ഓക്കെ, 8 to 12 days. അപ്പം ഇത്രയാണ് എന്താണ് ബ്ലഡ് സെൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബ്ലഡ് സെൽസ് ആണ് ഇവ: RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇനി ഹെമറ്റോപോയസിസ് എന്ന പ്രോസസ്സിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. സോ ഫസ്റ്റ് വൺ, സൈറ്റ് ഓഫ് ഹെമറ്റോപോയസിസ്. ഈ ഹെമറ്റോപോയസിസ് എവിടെയൊക്കെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിലെ ഏത് ഓർഗൻസ് അല്ലെങ്കിൽ ഏത് പാർട്ട് ഓഫ് ദ ബോഡിയിൽ വെച്ചിട്ടാണ് ഹെമറ്റോപോയസിസ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സോ ഫീറ്റസ്, വെൻ ബേബി വാസ് ഇൻ എ യൂട്രസ്, അതായത് വൂമ്പിലായിരിക്കുമ്പോഴാണ് എവിടെയൊക്കെ വെച്ചിട്ടാണ് ഹെമറ്റോപോയസിസ് സംഭവിക്കുന്നത്. ഒരു 0 to 2 months ഓൾഡ് ആയിട്ടുള്ള ഫീറ്റസിന് യോഗ് സാക്കിൽ വെച്ചിട്ടായിരിക്കും ഹെമറ്റോപോയസിസ് സംഭവിക്കുന്നത്. ഓക്കെ, 0 to 2 months യോഗ് സാക്ക്. അതിനുശേഷം ഒരു 2 to 7 months ആകുമ്പോഴേക്കും ഈ ഹെമറ്റോപോയസിസ് യോഗ് സാക്കിൽ നിന്നും ലിവറിലേക്കും സ്പ്ലീനിലേക്കും ഷിഫ്റ്റ് ചെയ്യും. സോ ഒരു 2 to 7 months ഓൾഡ് ആയ ഫീറ്റസ് എന്ന് പറയുമ്പോൾ ഫീറ്റസിന്റെ ഹെമറ്റോപോയസിസ് ഇസ് ഹാപ്പനിങ് അറ്റ് ലിവർ ആൻഡ് സ്പ്ലീൻ. ഇനി അതിനുശേഷം വീണ്ടും ഗ്രോ ചെയ്ത് ഒരു 5 to 9 monthsലേക്ക് എത്തുമ്പോഴേക്കും ഈ ലിവറിൽ നിന്നും സ്പ്ലീനിൽ നിന്നും അത് ഷിഫ്റ്റ് ചെയ്ത് ബോൺ മാരോയിലേക്ക് മാറും. ഓക്കെ, സോ അപ്പൊ ഫീറ്റസില് 0 to 2 months യോഗ് സാക്ക്, 2 to 7 months
liver and spleen, and 5 to 9 months bone marrow. ഓക്കെ, ഇനി ഇൻഫൻസിന്റെ കേസിലേക്ക് ബേബി ബോൺ ചെയ്ത് കഴിയുമ്പോൾ ന്യൂ ബോൺ ബേബീസ് ഇൻഫൻസിന്റെ കേസിൽ ബോൺ മാരോയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പർട്ടിക്കുലർലി ഓൾ ബോൺസ്, അതായത് ബോഡിയിലുള്ള എല്ലാ ബോൺസിന്റെയും ബോൺ മാരോയിൽ വെച്ചിട്ട് ഈ ഹെമറ്റോപോയസിസ്, അതായത് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നടക്കും. അതേസമയം ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് എന്താണ്, ഈ ഹെമറ്റോപോയസിസ് എല്ലാ ബോൺ മാരോയിൽ വെച്ച് നടക്കില്ല, അതായത് എല്ലാ ബോൺസിന്റെയും ബോൺ മാരോയിൽ വെച്ച് നടക്കില്ല. ഹെമറ്റോപോയസിസ് റെസ്ട്രിക്ട് ചെയ്യും, ചില ബോൺസിലേക്ക് അത് റെസ്ട്രിക്ട് ചെയ്യും. ആ ബോൺസ് ആണ് ഒന്ന് വെർട്ടിബ്രേ, റിബ്സ്, സ്റ്റേർണം, സ്കൾ, സേക്രം ആൻഡ് പെൽവിക്സ്, പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ഫീമർ. അപ്പൊ ഈ അഡൾട്ട്സിന് ഈ ഒരു സൈറ്റ്സിന് മാത്രമേ, ഈ ഒരു ബോൺസിന്റെ ബോൺ മാരോയിൽ മാത്രമേ ഹെമറ്റോപോയസിസ് നടക്കുകയുള്ളൂ. അപ്പൊ ഇതെന്താണ് മെയിൻ ചെയ്യുന്നത്? ഓക്കെ, ഇതെന്താണ് മെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻഫൻസിന്റെ കേസിൽ, ഓക്കെ, ഇൻഫൻസിന്റെ കേസിൽ ബോൺ മാരോയുടെ സെല്ലുലാരിറ്റി എന്ന് പറയുന്നത് 100% ആണ്. ഓക്കെ, ഇൻഫൻസിന്റെ കേസിൽ ബോൺ മാരോയുടെ സെല്ലുലാരിറ്റി എന്ന് പറയുന്നത് 100% ആണ്. എന്തുകൊണ്ടാണ് ഞാൻ 100% എന്ന് പറയുന്നത്? ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ 100% എന്ന് പറയുന്നത്? ബിക്കോസ് എല്ലാ ബോണിന്റെ ബോൺ മാരോയിൽ വെച്ചിട്ട് ഈ ഒരു ഹെമറ്റോപോയസിസ് നടക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് സെല്ലുലാരിറ്റി ഓഫ് ബോൺ മാരോ എന്ന് പറയുന്നത് 100% എന്ന് പറയുന്നത്. അതേസമയം എന്താണ് സംഭവിക്കുന്നത്? ആസ് ഏജ് പ്രോഗ്രസ്, അല്ലെ, ഏജ് കൂടുന്നതനുസരിച്ച് ബോൺ മാരോയുടെ സെല്ലുലാരിറ്റിയിൽ കുറവ് സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇൻഫൻസിന്റെ കേസിൽ 100% സെല്ലുലാരിറ്റിയാണ് ബോൺ മാരോയിൽ, വിച്ച് മീൻസ് ബോൺ മാരോയിൽ കംപ്ലീറ്റ് ആയിട്ടും ബ്ലഡ് സെൽസ് ആയിരിക്കും ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവുക. അവിടെ ഫാറ്റ് ടിഷ്യൂസിന് ഓക്യുപ്പൈ ചെയ്യാൻ ഒരു സ്പേസ് ഇല്ല. പക്ഷേ ഏജ് കൂടുന്നതനുസരിച്ച്, നമ്മൾ വളരുന്നതനുസരിച്ച്, ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് പറ്റും? ബോൺ മാരോയുടെ സെല്ലുലാരിറ്റി വേരി ചെയ്യും, ബോൺ മാരോയിൽ ഫാറ്റ് ടിഷ്യൂസിന്റെ അക്യുമുലേഷനും വരും. അപ്പൊ 100 ഫുള്ള് ബ്ലഡ് സെൽസ് ആയിരിക്കില്ല, ഫാറ്റ് ടിഷ്യൂസും കൂടെ വരും. അപ്പോൾ ഒരു പേഴ്സന്റെ ബോൺ മാരോ സെല്ലുലാരിറ്റി ആവറേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല എന്ന് പറയുന്നത് 100 മൈനസ് ഏജ് ഓഫ് ദ പേഷ്യന്റ് ആണ്. ഓക്കെ, ഇതായിരിക്കണം ഒരാളുടെ ബോൺ മാരോ സെല്ലുലാരിറ്റി. അതായത് ഒരു 20 വയസ്സുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ബോൺ മാരോ സെല്ലുലാരിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 100 മൈനസ് 20, 80% ആയിരിക്കണം. ഒരു 50 വയസ്സുള്ള ആളെ സംബന്ധിച്ച് എത്രയാണ്? 100 മൈനസ് 50 ഇസ് 50% ആയിരിക്കണം ബോൺ മാരോ സെല്ലുലാരിറ്റി. അപ്പൊ ഇതിനെന്തെങ്കിലും ചേഞ്ചസ് വരാം, അതായത് ഈ ഒരു സെല്ലുലാരിറ്റിയിൽ കുറവോ കൂടുതലോ വന്നു കഴിഞ്ഞാൽ അത് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെ ഓർക്കേണ്ടത്. സോ സൈറ്റ്സ് ഓഫ് ഹെമറ്റോപോയസിസ് ഓൾവേസ് റിമെമ്പർ. ഫീറ്റസിന്റെ കേസിൽ ഇനീഷ്യലി യോക്ക് സാക്ക്, ദെൻ ഇറ്റ് വിൽ ചേഞ്ച് ടു ലിവർ, സ്പ്ലീൻ, ഫൈനലി ബോൺ മാരോ. അപ്പൊ ആദ്യം ഇൻഫൻസില് എല്ലാ ബോണിന്റെ ബോൺ മാരോ ഇൻവോൾവ് ആണ്. പക്ഷെ ഏജ് പ്രോഗ്രസ് അഡൾട്ടിലേക്ക് വരുമ്പോഴേക്കും അത് വെർട്ടിബ്രേ, റിബ്സ്, സ്റ്റേർണം, സ്കൾ, സേക്രം ആൻഡ് പെൽവിക്സ്, പ്രോക്സിമൽ എൻഡ് ഓഫ് ദ ഫീമർ ഇതിലേക്ക് ചുരുങ്ങും. ഓക്കെ, സോ സെല്ലുലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് 100 മൈനസ് ഏജ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ സൈറ്റ്സ് ഓഫ് ഹെമറ്റോപോയസിസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു നമ്മൾ എവിടെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഹെമറ്റോപോയസിസ് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഹെമറ്റോപോയസിസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പം ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മദർ സെല്ല് വേണം അല്ലെ. ഒരു സെല്ലിൽ നിന്നായിരിക്കുമല്ലോ അടുത്തത് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഒരു മദർ സെല്ല് വേണം. സോ അങ്ങനെയുള്ള മദർ സെല്ലിനെയാണ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ അല്ലെങ്കിൽ പ്രോജനൈറ്റർ സെൽ എന്ന് പറയുന്നത്. ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്നാണ് ബ്ലഡ് സെൽസ് എല്ലാം ഫോം ചെയ്യുന്നത്.
ഓക്കെ. സോ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മദർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹെമറ്റോപോയറ്റിക് ഒരു സെല്ല്, ഓക്കെ, അതൊരു സ്റ്റെം സെൽ ആവണമെങ്കിൽ, അതായത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ ആവണമെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, ആ ക്രൈറ്റീരിയയിൽ ഒന്നെന്ന് പറയുന്നത് ഈ സെല്ല് സെൽഫ് റിന്യൂ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. ഓക്കെ, സെൽഫ് റിന്യൂവൽ നടക്കാൻ പറ്റുന്ന സെല്ലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ സെല്ലിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് സെൽ ലീനേജിലേക്ക് മാറാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. First one, self-renewal. Second one can be differentiated into separate cell lineage. സോ ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ കാണുന്ന IHC മാർക്കർ, അതായത് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി മാർക്കർ എന്ന് പറയുന്നത് CD34 ആണ്. CD34. അപ്പൊ CD34 മാർക്കർ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സെൽഫ് റിന്യൂവൽ ഉണ്ടാവണം, ഇറ്റ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻടു ഡിഫറെന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് സെൽ ലീനിയേജ് ആയിരിക്കണം, മാർക്കർ എന്ന് പറയുന്നത് CD34 ആയിരിക്കും. അപ്പൊ ഈ ഒരു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ കാണുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:20 million ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ബോൺ മാരോയിലെ സെൽസ് ഒരു 20 million സെൽസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു സെൽ എന്ന് പറയുന്നത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ ആയിരിക്കും. ക്ലിയർ? സോ ഇനി അപ്പൊ നമ്മുടെ ഈ ഒരു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ. സോ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ സ്റ്റാർട്ട്സ് വിത്ത് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ. ഇത് ഈ നമ്മുടെ ഈ ഹെമറ്റോപോയസിന് വേണ്ടിയിട്ടുള്ള സ്റ്റെം സെല്ലാണിത്. ഇത് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് കോമൺ മൈലോയിഡ് പ്രോജനേറ്റർ ആയിട്ട് മാറും, കോമൺ ലിംഫോയിഡ് പ്രോജനേറ്റർ ആയിട്ട് മാറും. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻടു സെപ്പറേറ്റ് സെൽ ലീനേജ്. ഒന്ന് മൈലോയിഡ് പ്രോജനേറ്റർ ആയിട്ടും ഒന്ന് ലിംഫോയിഡ് പ്രോജനേറ്റർ ആയിട്ടും മാറും. ഇനി ഈ കോമൺ മൈലോയിഡ് പ്രോജനേറ്ററിന് ഡിഫറൻസിയേഷൻ സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? എറിത്രോയിഡ് പ്രോജനേറ്റർ ഉണ്ടാവും. എറിത്രോയിഡ് പ്രോജനേറ്റേഴ്സിൽ നിന്നും RBC ഫോം ചെയ്യും. മെഗാകാരിയോസൈറ്റ് പ്രോജനേറ്റർ ഉണ്ടാവും, അതിൽ നിന്നും പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യും. ഗ്രാനുലോസൈറ്റ് മോണോസൈറ്റ് പ്രോജനേറ്റേഴ്സ് ഉണ്ടാവും, അതിൽ നിന്നും മോണോസൈറ്റും ന്യൂട്രോഫിലും ഫോം ചെയ്യും. ഈസിനോഫിൽ പ്രോജനേറ്റർ ഉണ്ടാവും, അതിൽ നിന്നും ഈസിനോഫിൽസ് ഫോം ചെയ്യും. പിന്നെ കോളനി ഫോമിംഗ് യൂണിറ്റ് ഓഫ് ബേസോഫിൽസ് ഉണ്ടാവും, അതിൽ നിന്ന് ബേസോഫിലും ഫോം ചെയ്യും. അപ്പോൾ മൈലോയിഡ് പ്രോജനേറ്റർ സെല്ലിൽ നിന്നാണ് എന്തൊക്കെ ഉണ്ടാവുന്നത്? RBC, പ്ലേറ്റ്ലെറ്റ്, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, യൂസിനോഫിൽ, ബേസോഫിൽ. ഇത്രയും സെൽസ് ഫോം ചെയ്യുന്നത് ഈ ഒരു മൈലോയിഡ് പ്രോജനേറ്റർ സെല്ലിൽ വെച്ചായിരിക്കും. ഇനി കമ്മിങ് ടു നെക്സ്റ്റ് സെൽ, അതായത് കോമൺ ലിംഫോയിഡ് പ്രോജനേറ്റർ. സോ ലിംഫോയിഡ് പ്രോജനേറ്റർ സെല്ലിൽ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ലിംഫോയിഡ് പ്രോജനേറ്റർ സെല്ല് ബോൺ മാരോയിൽ വെച്ച് തന്നെയാണ് അത് മെച്യൂർ ചെയ്യുന്നതെങ്കിൽ ഫോം ചെയ്യുന്നതാണ് ബി ലിംഫോസൈറ്റ്. ഓക്കെ, ബി ലിംഫോസൈറ്റ്. ഇനി ഈ ഒരു ലിംഫോയിഡ് പ്രോജനേറ്റർ സെൽ ബോൺ മാരോയിൽ നിന്നും തൈമസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് തൈമസിൽ വെച്ചിട്ടാണ് മെച്യൂർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഫോം T lymphocyte, and next portion specialized lymphocyte ആയ natural killer cell. ഇത്രയും ഫോം ചെയ്യും. Clear? So from lymphoid progenitor cell, B lymphocyte, T lymphocyte, natural killer cell. Rest of the blood cells are formed from common myeloid progenitor. Clear? Common myeloid progenitor. Okay. അപ്പോൾ നമ്മൾ ഈ ഒരു ലിംഫോസൈറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റിലും വെച്ചിട്ട് നമ്മുടെ പെരിഫറൽ ബ്ലഡിൽ കൂടുതൽ കാണുന്ന ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ടി ലിംഫോസൈറ്റ് ആണ്. അതായത് ഒരു 80 to ഒരു 85%, ഓക്കെ, ഒരു 80 to 85% ഓഫ് പെരിഫറൽ ബ്ലഡ് ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഈ ടി ലിംഫോസൈറ്റ് ആണ്. ക്ലിയർ? ഓക്കെ, റെസ്റ്റ് ഓഫ് ദ പെർസെൻറ്റേജ്, അതായത് ഒരു 20% ഒക്കെയാണ് ബി ലിംഫോസൈറ്റ്
വരുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഏറ്റവും ഹെമറ്റോപോയസിന്റെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ബിഗിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഡിഫറൻസിയേഷൻ ഓഫ് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ, അതായത് ഡിഫറൻസിയേഷൻ ഓഫ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ. ഈ ഒരു പോർഷൻ എല്ലാ ബ്ലഡ് സെൽസിനും ഈ ഒരു സ്റ്റെപ്പ് കോമൺ ആണ്. സോ ഫസ്റ്റ് എവിടെ നിന്നാണ് ഹെമറ്റോപോയസിസ് തുടങ്ങുന്നത്? പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ. അതിൽ നിന്നും മൈലോയിഡ് പ്രോജനേറ്ററും ലിംഫോയിഡ് പ്രോജനേറ്ററും ആവും. മൈലോയിഡ് പ്രോജനേറ്ററിൽ നിന്നും RBCs ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവും, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ ഉണ്ടാവും. ലിംഫോയിഡ് പ്രോജനേറ്ററിൽ നിന്നും ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്, നാച്ചുറൽ കില്ലർ സെൽ, ഇത്രയും കാര്യങ്ങൾ ഫോം ചെയ്യും. സോ തുടക്കം എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ആണ്, പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ ടു പ്രോജനൈറ്റർ സെൽസ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് RBC. അപ്പൊ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RBC ആണ് നമ്മൾ എറിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ. എറിത്രോ എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റ്, RBC. പോയസിസ് ഇസ് അഗെയിൻ എന്താണ്? ഫോർമേഷൻ, പ്രൊഡക്ഷൻ, സിന്തസിസ് ഒക്കെ പറയാം. സോ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RBC ആണ് എറിത്രോപോയസിസ്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറിത്രോപോയസിന്റെ ഓരോ സ്റ്റേജസ് ആണ്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് പോർഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ് ടു മൈലോയിഡ് പ്രോജനൈറ്റർ സെൽ. മൈലോയിഡ് പ്രോജനൈറ്റർ സെല്ലിൽ നിന്നാണ് എറിത്രോയിഡ് പ്രോജനൈറ്റർ സെൽസ് ആയ പ്രോഎറിത്രോബ്ലാസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഏർലി നോംബോബ്ലാസ്റ്റിന് ഡിഫറൻസിയേഷൻ നടന്ന് ഇന്റർമീഡിയറ്റ് നോംബോബ്ലാസ്റ്റിൽ നിന്നും ലേറ്റ് നോംബോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ് ആൻഡ് നോർമൽ RBC. ഇതാണ് എറിത്രോപോയസിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു സ്റ്റെപ്സിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഏറ്റവും പ്രോജനേറ്റർ സെല്ല് തൊട്ട് അതിൽ നിന്നും നോർമൽ RBC വരെ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ശരിക്കും റിഡക്ഷൻ ഇൻ സൈസ്, സെല്ലിന്റെ സൈസ് കുറഞ്ഞു വരും. ആൻഡ് ന്യൂക്ലിയർ കണ്ടൻസേഷൻ, ന്യൂക്ലിയസിന് കണ്ടൻസേഷൻ സംഭവിച്ച് ന്യൂക്ലിയസ് സൈസ് കുറഞ്ഞ് പിഗ്നോട്ടിക് ന്യൂക്ലിയസ് ആവും. അതിനുശേഷം ന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്യും. കാരണം RBC എന്ന് പറയുന്നത് ഒരു എന്യൂക്ലിയേറ്റഡ് സെല്ലാണ്, RBCയിൽ ന്യൂക്ലിയസ് ഇല്ല. അപ്പൊ ഈ RBCയുടെ മെച്ചുറേഷന് മെയിൻ ആയിട്ട് നടക്കുന്നത് സെല്ലിന്റെ സൈസ്, റിഡക്ഷൻ ഇൻ ദ സൈസും ന്യൂക്ലിയർ കണ്ടൻസേഷനുമാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് എല്ലാം സിമിലർ ആണ് ടിൽ ദ ഫോർമേഷൻ ഓഫ് മൈലോയിഡ് പ്രോജനേറ്റർ സെൽ. മൈലോയിഡ് പ്രോജനേറ്റർ സെല്ലിൽ നിന്നും പ്രോഎറിത്രോബ്ലാസ്റ്റ് ഫോം ചെയ്യും. പ്രോഎറിത്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാസ്റ്റ് സെല്ലാണ്, എന്ന് വെച്ചാൽ വലിയ സൈസ് ഉള്ള സെല്ലാണ്. അതിനുള്ളിൽ ലാർജ് നമ്പർ ഓഫ് എറിത്രോപോയറ്റിക് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി പ്രോഎറിത്രോബ്ലാസ്റ്റിന് ഡിഫറൻസിയേഷൻ നടന്ന് അത് ഏർലി നോംബോബ്ലാസ്റ്റ് ആവും. അപ്പൊ ഈ പ്രോഎറിത്രോബ്ലാസ്റ്റിനേക്കാളും സൈസ് കുറച്ചും കൂടെ കുറവായിരിക്കും ഏർലി നോംബോബ്ലാസ്റ്റിന്. ഏർലി നോംബോബ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസോഫിലിക്. എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം ബ്ലൂയിഷ് കളർ ആയിരിക്കും, ബേസോഫിലിക് ആയിരിക്കും. ഏർലി നോംബോബ്ലാസ്റ്റിൽ നിന്നും നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് നോംബോബ്ലാസ്റ്റ് ഫോം ചെയ്യും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോളിക്രോമാറ്റിക് നോംബോബ്ലാസ്റ്റ് because of hemoglobinization of cytoplasm. So eosinophilia appears. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും സൈറ്റോപ്ലാസത്തിലെ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കും, ഹീമോഗ്ലോബിൻസ് വരാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും? സൈറ്റോപ്ലാസം ഒരു ബ്ലൂയിഷ് പ്ലസ് പിങ്കിഷ് കളറിലായിരിക്കും അപ്പിയർ ചെയ്യുക. സോ ഇതാണ് ഇന്റർമീഡിയറ്റ് നോംബോബ്ലാസ്റ്റ്, പോളിക്രോമാറ്റിക് നോംബോബ്ലാസ്റ്റ്. പോളിക്രോമാറ്റിക് എന്ന് പറയാൻ കാരണം രണ്ട് കളേഴ്സ് അവിടെ കാണുന്നത് കൊണ്ടാണ്, ബ്ലൂവും പിങ്കും. അത് പോളിക്രോമാറ്റിക്കിന് റീസൺ ഹീമോഗ്ലോബിനൈസേഷൻ ആണ്. സൈറ്റോപ്ലാസത്തിൽ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കുന്നു. ഇന്റർമീഡിയറ്റ് നോംബോബ്ലാസ്റ്റിൽ നിന്നും പിന്നെ ഫോം ചെയ്യുന്നതാണ് ലേറ്റ് നോംബോബ്ലാസ്റ്റ്. It is also called as orthochromatic with pycnotic or condensed nucleus. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ബേസോഫിലിക് നേച്ചർ ഉണ്ടല്ലോ, മുന്നേ ഉണ്ടായിരുന്ന ഈ ബ്ലാസ്റ്റ് സെൽസിൽ, മുകളിലുള്ള ബ്ലാസ്റ്റ് സെൽസിലൊക്കെ ഉണ്ടായിരുന്ന ബേസോഫിലിക് നേച്ചർ, ബ്ലൂയിഷ് കളർ നേച്ചർ കംപ്ലീറ്റ്ലി മാറി സൈറ്റോപ്ലാസം പിങ്ക് കളറായിട്ട് മാറും, സിംഗിൾ പിങ്ക് കളറായിട്ട് മാറും വിത്ത് പിക്നോട്ടിക് ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ് കണ്ടൻസ് ചെയ്തിട്ട്
ഏറ്റവും ചെറിയ സൈസിലേക്ക് വരും. അതുകൊണ്ടാണ് ഇതിനെ ഓർത്തോക്രോമാറ്റിക് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റേജിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ഡിസപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് റെറ്റിക്കുലോസൈറ്റ്. റെറ്റിക്കുലോസൈറ്റ് ഒരു 1 to 2 days കഴിഞ്ഞ് കഴിയുമ്പം മെച്ചുവർ ചെയ്തിട്ട് നോർമൽ RBC ആയിട്ട് മാറും. അപ്പൊ റെറ്റിക്കുലോസൈറ്റിന്റെ കൗണ്ട് നമ്മൾ ലാബിലൊക്കെ കാണാറുള്ള ടെസ്റ്റ് കാണുന്ന ഒരു ഇതാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ടെസ്റ്റ്. അപ്പൊ എപ്പോഴാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇസ് ഡിനോട്ടിങ് പ്രൊഡക്ഷൻ ഓഫ് RBC ആണ്. അതായത് ബോൺ മാരോയിൽ എത്രത്തോളം RBCയുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. കാരണം റെറ്റിക്കുലോസൈറ്റ് എത്ര, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 10 റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു റാൻഡം നമ്പർ പറയാം കേട്ടോ. സോ ഒരു 10 റെറ്റിക്കുലോസൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ 10 റെറ്റിക്കുലോസൈറ്റും 10 RBC ആയിട്ട് ഫോം ചെയ്യും അല്ലേ? സോ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത് RBC എത്രത്തോളം RBCയുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നമ്മൾ അനീമിയയുടെ കേസിലും അതുപോലെ തന്നെ സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് വരുമ്പം, അതൊരു ഇഞ്ചുറി ആവാം, ഷോക്ക് ആവാം, അല്ലെങ്കിൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ്, അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ കേസിൽ ഇങ്ങനെ സിവിയർ ബ്ലഡ് ലോസ് വരുമ്പോഴും നമ്മൾ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെക്ക് ചെയ്യും. കാരണം എന്തിനാ നമ്മളത് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ബോഡി അനീമിക് ആണ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ലോസ് വന്നു, അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താണ് RBC ബ്ലഡ് സെൽസിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ ആ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ ബോൺ മാരോ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യുന്നത്. ക്ലിയർ? സോ അതാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിന്റെ ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ഏത് സ്റ്റെയിൻ ആണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? സുപ്രാവൈറ്റൽ സ്റ്റെയിൻ ആണ്. ക്ലിയർ? സുപ്രാവൈറ്റൽ സ്റ്റെയിൻ ആണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് എറിത്രോപോയസിന്റെ സ്റ്റേജസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇന്റർമീഡിയറ്റ് നോംബോബ്ലാസ്റ്റ്, ലേറ്റ് നോംബോബ്ലാസ്റ്റ്, റെറ്റിക്കുലോസൈറ്റ്. സോ ക്വസ്റ്റ്യൻസ് വേണേ ചോദിക്കാം. among the cells, like which one is polychromatic? അല്ലെങ്കിൽ ഈ polychromatic is due to what? അതിന്റെ റീസൺസ് വെച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ റെറ്റിക്കുലോസൈറ്റ് കൗണ്ടിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. സോ ഇത്രയാണ് എറിത്രോപോയസിന്റെ സ്റ്റേജസ്. ഫൈൻ. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രോ എറിത്രോബ്ലാസ്റ്റിന്റെ പിക്ചർ. ഇപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സൈസ്, ഇറ്റ് ഈസ് എ ലാർജ് സെൽ. ഓക്കെ, ലാർജ് സൈസ് സെല്ലാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസും, സെല്ലിന്റെ ഉള്ളിലെ ന്യൂക്ലിയസും ലാർജ് ആണ്. അതിന്റെ സൈറ്റോപ്ലാസം നിങ്ങൾ നോക്കിയാൽ ബ്ലൂയിഷ് കളർ സൈറ്റോപ്ലാസം ആണ് അല്ലെ? ഇതാണ് പ്രോ എറിത്രോബ്ലാസ്റ്റ്. അതിനുശേഷം ഈ പ്രോ എറിത്രോബ്ലാസ്റ്റിന് എന്ത് സംഭവിക്കും? അത് ഡിഫറൻഷിയേറ്റ് ഏർലി നോംബോബ്ലാസ്റ്റ് ആവും, ഇന്റർമീഡിയറ്റ് നോംബോബ്ലാസ്റ്റ് ആയി, ലേറ്റ് നോംബോബ്ലാസ്റ്റ് ഒക്കെ ആവും. അപ്പൊ ഇത് ഒരു എന്താണ് ഓർത്തോക്രോമാറ്റിക് നോംബോബ്ലാസ്റ്റ്, അതായത് ലേറ്റ് നോംബോബ്ലാസ്റ്റിന്റെ ഒരു പിക്ചർ ആണ്. ഇവിടെ നോക്കിയാൽ സൈറ്റോപ്ലാസം നല്ല പിങ്കിഷ് സൈറ്റോപ്ലാസം ആണ് വിത്ത് പിഗ്നോട്ടിക് ന്യൂക്ലിയസ്. ഓക്കെ, വിത്ത് പിഗ്നോട്ടിക് ന്യൂക്ലിയസ്. സോ ഇത് പ്രോ എറിത്രോബ്ലാസ്റ്റ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ലേറ്റ് നോംബോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോക്രോമാറ്റിക് നോംബോബ്ലാസ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണും. സോ ഇവിടുത്തെ ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, സെല്ലിന്റെ സൈസിലും വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലെ? സെല്ലിന്റെ സൈസിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതിന്റെ ന്യൂക്ലിയസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്, സൈറ്റോപ്ലാസത്തിന്റെ നേച്ചർ, കളറിലെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. ഫൈൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, അതായത് WBC. സോ വൈറ്റ് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ് ആൻഡ് ലിംഫോസൈറ്റ് അല്ലെ? സോ ദ ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഇത് ന്യൂട്രോഫിൽ ആണ്, അറിയാം, സെഗ്മെന്റഡ് ന്യൂക്ലിയസ് ആണുള്ളത്. സെക്കൻഡ് പിക്ചർ ഈസ് ഈസിനോഫിൽ, സൈറ്റോപ്ലാസത്തിന് നിറയെ ഓറഞ്ചിഷ് കളർ ഗ്രാനുൾസ് ഉണ്ട്. ആൻഡ് തേർഡ് വൺ ബേസോഫിൽ ആണ്. ബേസോഫിലിന്റെ ന്യൂക്ലിയസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല, കംപ്ലീറ്റ് ഗ്രാനുൾസ് കൊണ്ട് കവേർഡ് ആണ്. പിന്നത്തേത് മോണോസൈറ്റ്, കുറച്ച് ലാർജ് ന്യൂക്ലിയസ് ഉണ്ട്, ബീൻ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. പിന്നെ നമ്മുടെ ലിംഫോസൈറ്റ്. അപ്പോ ഈസിനോഫിൽ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? പാരസൈറ്റിക് ഇൻഫെക്ഷന്റെ കേസിലും അലർജിക് ഇൻഫെക്ഷന്റെ കേസിലും ഈസിനോഫിൽ കൗണ്ട് കൂടാം.
പിന്നെ ഇവിടെ വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ബേസോഫീലിയ അല്ലെങ്കിൽ ബേസോഫിൽ കൗണ്ട് കൂടുന്ന കണ്ടീഷൻ. ഏത് കണ്ടീഷനിലാണ് ബേസോഫിൽ കൗണ്ട് കൂടുന്നത്? ബേസോഫിൽ കൗണ്ട് കൂടുന്നത് CML, ക്രോണിക് മൈലോഡ് ലുക്കീമിയ. ക്രോണിക് മൈലോഡ് ലുക്കീമിയയുടെ കേസിലാണ് ബേസോഫീലിയ നമ്മൾ കാണുന്നത്. ഇൻക്രീസ് ബേസോഫിൽ കൗണ്ട് ഇസ് സീൻ ഇൻ ക്രോണിക് മൈലോഡ് ലുക്കീമിയ. ഇതൊക്കെ MCQs ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻ. ഓക്കെ, സോ ഇപ്പൊ ഈ ഒരു ടേബിളിൽ ഞാൻ ഇതിന്റെ നോർമൽ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ ലൂക്കോസൈറ്റ്, അതായത് ടോട്ടൽ WBCയുടെ കൗണ്ട് എന്ന് പറയുന്നത് അറൌണ്ട് 4000 to 11,000 ആണ്. ഈ ഈ ഒരു 4000 to 11,000 കൂടുതൽ പ്രിഡോമിനന്റ് ആയിട്ട് കാണുന്നത് ന്യൂട്രോഫിലാണ്. അറൌണ്ട് 75% ന്യൂട്രോഫിലാണ്. അതിനുശേഷം വരുന്നത് ലിംഫോസൈറ്റ് ആണ്, അറൌണ്ട് 20%. പിന്നെ വരുന്നത് മോണോസൈറ്റ് അറൌണ്ട് ഒരു 2 to 8 അല്ലെങ്കിൽ 2 to 9. യൂസ്നോഫിൽ ഒരു 0 to 2. ബേസോഫിൽ എപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറില്ല, കാരണം നമുക്ക് പെരിഫറസ്മിയറിൽ അത് കണ്ട് കിട്ടാറില്ല, കാരണം അതിന്റെ കോൺസെൻട്രേഷനും കുറവാണ്. അറൌണ്ട് 0 to 1 ഒക്കെയാണ് ബേസോഫിൽ കാണുക. ഇനി കമ്മിങ് ടു എന്താണ് WBCസിന്റെ സിന്തസിസ്, അതായത് മൈലോ പോയിസസ് അല്ലെങ്കിൽ ലൂക്കോ പോയിസസ്. ഓക്കെ, സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ എപ്പോഴും ഞാൻ പറഞ്ഞു, ഫസ്റ്റ് നമ്മൾ ക്ലാസ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ ടു മൈലോഡ് പ്രോജനൈറ്റർ സെൽ ആണ്. മൈലോഡ് പ്രോജനൈറ്റർ സെല്ലിൽ നിന്നും മൈലോ ബ്ലാസ്റ്റ് ഫോം ചെയ്യും. മൈലോ ബ്ലാസ്റ്റിൽ നിന്നും പ്രോമൈലോസൈറ്റ്, മൈലോസൈറ്റ്, മെറ്റാമൈലോസൈറ്റ്, ബാൻഡ് ഫോമിൽ നിന്നും ന്യൂട്രോഫിൽ ഫോം ചെയ്യും. ഓക്കെ, ബാൻഡ് ഇതിൽ എന്താ സംഭവിക്കുന്നത്? സെല്ലിന്റെ സൈസ് കുറയുന്നുണ്ട്, സൈറ്റോപ്ലാസത്തിന്റെ ബേസോഫിലിക് നേച്ചർ മാറുന്നുണ്ട്, പ്ലസ് ന്യൂക്ലിയസിന്റെ ചേഞ്ചും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ റൗണ്ട് ന്യൂക്ലിയസ് ആയിരുന്നു, അത് പിന്നെ മെല്ലെ ഷേപ്പ് മാറി ഇവിടെ എത്തുമ്പോൾ ഒരു ബാൻഡ് ഫോം പോലെ വന്നു. പിന്നെ ന്യൂക്ലിയസിന് സെഗ്മെന്റേഷൻ നടന്ന് സെഗ്മെന്റ് ന്യൂക്ലിയസ് ഫോം ചെയ്ത് അതാണ് ന്യൂട്രോഫിൽ. സോ ന്യൂട്രോഫിലിന്റെ ഫോർമേഷൻ മൈലോബ്ലാസ്റ്റിൽ നിന്നും പ്രോമൈലോസൈറ്റ്, മൈലോസൈറ്റ്, മെറ്റാമൈലോസൈറ്റ്, ബാൻഡ് ഫോം, ന്യൂട്രോഫിൽ. കമ്മിങ് ടു മോണോസൈറ്റിന്റെ കേസിലാണെങ്കിൽ മൈലോബ്ലാസ്റ്റിൽ നിന്നും പ്രോമൈലോസൈറ്റ് ഉണ്ടാവും, പ്രോമൈലോസൈറ്റിൽ നിന്നും മോണോസൈറ്റ് ഫോം ചെയ്യും, അല്ലെ? മോണോസൈറ്റ് ഫോം ചെയ്യും. അപ്പൊ ബ്ലഡില് മോണോസൈറ്റ് റിലീസ് ചെയ്യും. ഈ മോണോസൈറ്റ് ടിഷ്യൂസിന്റെ ഉള്ളിൽ എൻറ്റർ ചെയ്താൽ ഇത് പിന്നെയും മെച്ചോർ ചെയ്തിട്ട് മാക്രോഫേജ് ആയിട്ട് മാറും. ഓക്കെ, വീണ്ടും മെച്ചൂർ ചെയ്ത് മാക്രോഫേജ് ആയിട്ട് മാറും. മാക്രോഫേജിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം, ഫാഗോസൈറ്റോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് മാക്രോഫേജസ്. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ WBCയുടെ സിന്തസിസ് എന്ന് പറഞ്ഞാൽ. സോ സ്റ്റെപ്സ് ഓർക്കുക. ഫോർ ന്യൂട്രോഫിൽ, പ്രോമൈലോസൈറ്റ്, മൈലോസൈറ്റ്, മെറ്റാമൈലോസൈറ്റ്, ബാൻഡ് ഫോം ആൻഡ് ന്യൂട്രോഫിൽ. നമ്മുടെ മോണോസൈറ്റ് ആവുമ്പോൾ പ്രോമോണോസൈറ്റ്, മോണോസൈറ്റ്, പിന്നെ അത് ടിഷ്യൂസിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മെച്ചുവറായി എന്തായിട്ട് മാറുന്നു? മാക്രോഫേജ് ആയിട്ട് മാറുന്നു. ലിംഫോസൈറ്റ്. ഇനി ലിംഫോസൈറ്റിനെ പറ്റി ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ത് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു WBC ഫാമിലിയിൽ ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് സെൽ ദാറ്റ് അസസ് ഫാഗോസൈറ്റോസിസ്, ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള സെല്ലാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റിന് 2 യുണീക് ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ആന്റിജനിക് സ്പെസിഫിസിറ്റിയും ഇമ്മ്യൂണോളജിക്കൽ മെമ്മറിയും. അതായത് ഒരു ഇൻഫെക്ഷൻ നമുക്ക് വന്നാൽ, ഒരു ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ കയറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ലിംഫോസൈറ്റ് അതിന് അഗ്നിസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇനി വീണ്ടും സെയിം ഇൻഫെക്ഷൻ നമുക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലിംഫോസൈറ്റ്സ് ആന്റിബോഡി പ്രൊഡക്ഷൻ നടക്കും. അപ്പം സ്പെസിഫിക് ആന്റിജൻ എഗനിസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ലിംഫോസൈറ്റ് അതിന് സ്പെസിഫിക് ആയിരിക്കും. അതുകൊണ്ടാണ് ആന്റിജനിക് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. സോ ലിംഫോസൈറ്റ് സ്പെസിഫിക് ആന്റിജന് സ്പെസിഫിക് ആയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും. സോ ആന്റിജൻ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ലിംഫോസൈറ്റിനുണ്ട്. ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ വന്നു, അതിന് അഗനിസ്റ്റ് ആയിട്ട് ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തു,
അതിനുശേഷം ലിംഫോസൈറ്റ് ആ പ്രൊഡ്യൂസ് ചെയ്ത ലിംഫോസൈറ്റ് അവിടെ റിമൈൻ ചെയ്യും. വീണ്ടും ഈ സെയിം ഇൻഫെക്ഷൻ നമുക്ക് സബ്സീക്വന്റ് ആയിട്ട് വരുമ്പോൾ എന്ത് പറ്റും, ഈ ലിംഫോസൈറ്റിനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും, ആന്റിബോഡി പ്രൊഡക്ഷൻ നടക്കും. അതുകൊണ്ടാണ് ഇതിനെ ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സ്മോൾ ലിംഫോസൈറ്റിന്റെ പിക്ചർ ആണ്. ഇതൊക്കെ ആക്റ്റീവ് ലിംഫോസൈറ്റ്സിന്റെ പിക്ചർ ആണ്. ആൻഡ് ഇത് പ്ലാസ്മ സെല്ലിന്റെ പിക്ചർ ആണ്. അപ്പൊ എന്താണ് ലിംഫോസൈറ്റും പ്ലാസ്മ സെല്ലും തമ്മിലുള്ള ബന്ധം? ലിംഫോസൈറ്റ് മെച്ചൂർ ചെയ്ത് പ്ലാസ്മ സെല്ലായിട്ട് മാറും. അതായത് ബി ലിംഫോസൈറ്റ് ആണ് പ്ലാസ്മ സെല്ലായിട്ട് മാറുന്നത്. പ്ലാസ്മ സെല്ലാണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ സമയത്ത് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്മ സെല്ലാണ്. അപ്പൊ ബി ലിംഫോസൈറ്റ് ആണ് എന്തായിട്ട് മാറുന്നത്? പ്ലാസ്മ സെൽ. ആൻഡ് പ്ലാസ്മ സെൽ വിൽ പ്രൊഡ്യൂസ് ആന്റിബോഡി. ഓക്കെ, ആന്റിബോഡി. ഫൈൻ. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ടുഡേ സെഷൻ അതാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പൊ പ്ലേറ്റ്ലെറ്റിന്റെ ഫോർമേഷനിൽ പറയുവാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഫോർമേഷൻ പറയുന്നത് മെഗാ കാരിയോപോയസിസ് അല്ലെങ്കിൽ മെഗാ കാരിയോസൈറ്റ് സിന്തസിസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ പ്ലേറ്റ്ലെറ്റ് സിന്തസൈസ് ചെയ്യുന്നത് മെഗാ കാരിയോസൈറ്റ് എന്നാണ്. നമ്മളിപ്പം എന്താണ് ഫസ്റ്റത്തെ ഈ ഒരു പിക്ചർ നോക്കുവാണെങ്കിൽ കോമൺ മൈലോഡ് പ്രോജനൈറ്റർ സെല്ലിൽ നിന്നും മെഗാ കാരിയോസൈറ്റ് പ്രോജനൈറ്റർ സെല്ല് ഫോം ചെയ്യുന്നു. ഈ മെഗാ കാരിയോസൈറ്റിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യുന്നത്. ക്ലിയർ? സോ പ്ലേറ്റ്ലെറ്റ് synthesized from megakaryocyte. ശരിക്കും പറഞ്ഞാൽ സൈറ്റോപ്ലാസ്മിക് ഫ്രാഗ്മെന്റേഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് പറയുന്നതാണ് എൻഡോമൈറ്റോട്ടിക് സിൻക്രണസ് ന്യൂക്ലിയർ റെപ്ലിക്കേഷൻ. ഇൻ അതർ വേർഡ് എൻഡോമൈറ്റോസിസ്. സോ പ്ലേറ്റ്ലെറ്റ് is formed from അല്ലെങ്കിൽ formed from megakaryocyte through endomitosis. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. സോ പ്ലേറ്റ്ലെറ്റ് മെഗാകാരിയോസൈറ്റിൽ നിന്നും എൻഡോമൈറ്റോസിസ് നടന്നാണ് ഫോം ചെയ്യുന്നത്. എന്താണ് എൻഡോമൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ? ഇതിപ്പോ ഒരു സിംഗിൾ ന്യൂക്ലിയസ് സിംഗിൾ സെല്ലാണ്. ഇതിന് ന്യൂക്ലിയസിനും സൈറ്റോപ്ലാസത്തിനും ഡിഫറൻസിയേഷൻ സംഭവിക്കും, റെപ്ലിക്കേഷൻ സംഭവിക്കും. രണ്ട് ന്യൂക്ലിയസ് ഉള്ളത് 4, ഒന്നെന്നുള്ളത് 2, 2, 4, 8 അങ്ങനത്തെ റെപ്ലിക്കേറ്റ് ചെയ്ത് അവസാനം സൈറ്റോപ്ലാസത്തിന് ഗ്രാന്യൂൾസ് ഫോം ചെയ്യും. ഈ സൈറ്റോപ്ലാസത്തിനെല്ലാം ഈ ഓരോ ഗ്രാന്യൂൾസ്, ഈ ചെറിയ ചെറിയ ഗ്രാന്യൂൾസിന്റെ സറൗണ്ടഡ് ആയിട്ട് ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ച് പ്ലേറ്റ്ലെറ്റ് റിലീസ് ചെയ്യും. സോ ന്യൂക്ലിയർ റെപ്ലിക്കേഷനും സൈറ്റോപ്ലാസ്മിക് ഡിഫറൻസിയേഷനും നടക്കുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻഡോമൈറ്റോട്ടിക് സിൻക്രണസ് ന്യൂക്ലിയർ റെപ്ലിക്കേഷൻ. അപ്പോൾ ഒരു മെഗാ കാരിയോസൈറ്റ് ഇതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അറൌണ്ട് 1000 to 5000 പ്ലേറ്റ്ലെറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അറൌണ്ട് 1000 to 5000 പ്ലേറ്റ്ലെറ്റ് വരെ പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് പ്ലേറ്റ്ലെറ്റിലും ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. ഓക്കെ, സോ അപ്പം പ്ലേറ്റ്ലെറ്റ് പ്രൊഡക്ഷൻ മെഗാകാരിയോസൈറ്റിൽ നിന്നാണ്. പക്ഷെ മെഗാകാരിയോസൈറ്റ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ, മൈലോഡ് പ്രോജനൈറ്റർ സെൽ, അവിടുന്ന് മെഗാകാരിയോസൈറ്റ് പ്രോജനൈറ്റർ സെൽസ്, അതാണ് മെഗാകാരിയോസൈറ്റ്സ്. അവിടുന്ന് പിന്നെ ഈ ഒരു സൈറ്റോപ്ലാസ്മിക് ഫ്രാഗ്മെന്റേഷൻ നടക്കും, അല്ലെങ്കിൽ എൻഡോമൈറ്റോട്ടിക് സിൻക്രണസ് ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന് പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യും. ഓക്കെ, സോ ഒരു സിംഗിൾ മെഗാകാരിയോസൈറ്റിൽ നിന്നും അറൌണ്ട് 1000 to 5000 പ്ലേറ്റ്ലെറ്റ് വരെ ഫോം ചെയ്യാം. പ്ലേറ്റ്ലെറ്റിനും ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. ക്ലിയർ? സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഹെമറ്റോപോയസിന്റെ എന്താണ് ഹെമറ്റോപോയസിസ് എന്ന് കണ്ടു, നമ്മൾ ഹെമറ്റോപോയസിന്റെ സൈറ്റ് കണ്ടു, ആൻഡ് ഓൾസോ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഈച്ച് ബ്ലഡ് സെൽസിന്റെ സിന്തസിസ് കണ്ടു, എറിത്രോപോയസിസ് കണ്ടു, അതുപോലെ തന്നെ നമ്മൾ മൈലോപോയസിസ് കണ്ടു, ആൻഡ് നമ്മൾ പ്ലേറ്റ്ലെറ്റിന്റെ പ്രൊഡക്ഷനും കണ്ടു. ഓക്കെ, സോ ഇതോടെ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ കാണാം.